നമസ്കാരം. ലോകത്തെ ഭീതിയിലാഴ്ത്തി പശ്ചിമേഷ്യൻ സംഘർഷം 1 വർഷം കടന്നു. 50,000-ഓളം പേർക്ക് ജീവൻ നഷ്ടമായി. ലക്ഷക്കണക്കിന് സാധാരണക്കാർ കിടപ്പാടം നഷ്ടപ്പെട്ട് തെരുവിലായി. ലോകശക്തികൾക്കും ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് പോലും പ്രശ്നപരിഹാരത്തിന് സാധിക്കുന്നില്ല. ഇന്ത്യയടക്കം സമാധാനം ആഗ്രഹിക്കുന്ന പല രാജ്യങ്ങളും ഇടപെട്ടിട്ടും മനുഷ്യക്കുരുതി ഓരോ നിമിഷവും കൂടി വരുന്നതല്ലാതെ യാതൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ആയുധ വിപണി മുന്നിൽ കണ്ട് യുദ്ധത്തിന് കൈയടിക്കുന്നതല്ലാതെ പരിഹാരം എന്തെന്ന് ചിന്തിക്കുന്നത് പോലുമില്ല. അതിന് തെളിവാണ് മുൻ പ്രസിഡന്റും നിലവിലെ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പ്രസ്താവന. ഇറാൻ ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തണമെന്നാണ് ട്രംപ് പറഞ്ഞത്. നോർത്ത് കരോലിനയിലെ ഒരു പ്രചാരണ പരിപാടിയിൽ സംസാരിക്കവെയാണ് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ട്രംപിന്റെ വാക്കുകൾ. ആണവ കേന്ദ്രം ആക്രമിക്കുന്നതിനെതിരെ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവന വന്നതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പരാമർശം. ഇറാനെതിരെ കൂടുതൽ ഉപരോധം വേണം, എന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഇസ്രയേലിനെ പ്രതിരോധിക്കാം, പക്ഷെ അത് ആനുപാതികമായി വേണം എന്നുമായിരുന്നു ബൈഡൻ പറഞ്ഞത്. ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങളെക്കുറിച്ചും മിസൈൽ ആക്രമണത്തെക്കുറിച്ചുമുള്ള ചോദ്യത്തിനായിരുന്നു ട്രംപ് തുറന്നടിച്ചത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ചെയ്യേണ്ടത്. ജോ ബൈഡനോട് ഈ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആണവ കേന്ദ്രങ്ങൾ തകർക്കൂ എന്നും അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ പിന്നീട് നോക്കാമെന്നുമായിരുന്നു അദ്ദേഹം മറുപടി പറയേണ്ടിയിരുന്നത്. ഇസ്രായേൽ അത് ചെയ്യുന്നതിന് അർത്ഥം ചെയ്യുന്നു എന്ന് തന്നെയാണ്, എന്നാൽ അവരുടെ പദ്ധതികൾ എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെ ആയിരുന്നു ഇസ്രയേലിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രയേലിലെ ടെൽ-അവീവിൽ ഉൾപ്പെടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇറാനെതിരെ തിരിച്ചടിക്കുമെന്നും ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത് അമേരിക്ക ഇസ്രയേലിന് വേണ്ടി കൈയടിച്ചത് കൊണ്ടാണെന്ന ആരോപണങ്ങൾ തുടക്കം മുതലേ ഉയർന്നിരുന്നു. അമേരിക്കയുടെ ഈ നീക്കം ഏറ്റവും കൂടുതൽ ബാധിക്കുക നവംബർ 5 നടക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ തന്നെ ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ. എക്കാലത്തും ഇസ്രയേലിന് പിന്തുണയും നൽകിയിട്ടുണ്ട് അമേരിക്ക. നവംബർ 5 നടക്കാനിരിക്കുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷന് മുന്നോടിയായുള്ള നിരന്തരമായ ഇലക്ഷൻ ക്യാമ്പയിനുകളും ഡിബേറ്റുകളും എല്ലാം അമേരിക്കയിൽ സജീവമായിരിക്കുന്നു. പ്രസിഡന്റ് ജോ ബൈഡന്റെ പിന്മാറ്റവും ട്രംപിന് വെടിയേറ്റതിന് പിന്നിലെ നിഗൂഢതകളും സെന്റിമെന്റ്സും ഒക്കെ ഇത്തവണ പ്രധാന വിഷയമാണ്. ക്രിസ്ത്യൻ സയനിസവും മുസ്ലിം വിരുദ്ധതയുമെല്ലാം വലിയ സാധ്യതകളുള്ള വോട്ട് ബാങ്കുകളായതിനാൽ ഇരു പാർട്ടികൾക്കും ഇസ്രയേലിനെ പിന്തുണയ്ക്കുകയും പലസ്തീനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ നിർണായകമാണ്. സെനറ്റ് ഹാളിൽ നെതന്യാഹു ക്ഷണിക്കപ്പെടുന്നതും ബൈഡൻ ഇടയ്ക്കിടയ്ക്ക് ഇസ്രയേൽ സന്ദർശിക്കുന്നതും തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിലെല്ലാം ഇസ്രയേലിന് ട്രംപ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതുമെല്ലാം ഈ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഇത്തരം നിലപാടുകളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നവരെയെല്ലാം ഉന്മൂലനം ചെയ്യാൻ അമേരിക്കൻ രാഷ്ട്രീയം മുൻകൈയെടുത്തിട്ടുണ്ട്. അവർ രാഷ്ട്രീയ അധികാരങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുകയും വ്യക്തിഹത്യ നടത്തപ്പെടുകയും ഗവൺമെന്റ് ലോബികളാൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നിരന്തരമായ പീഡനങ്ങളും വേട്ടയാടലുകളും ഉണ്ടായിരിക്കെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കും കുടിയേറ്റക്കാർക്കുമൊപ്പം നിലകൊള്ളാനും ഇസ്ലാമോഫോബിയക്കെതിരെ ശബ്ദിക്കാനും ഇസ്രായേൽ ഭീകരതയാണെന്നും അമേരിക്ക ലോക ഭീകരതയ്ക്കും വംശഹത്യയ്ക്കും കൂട്ടുനിൽക്കുകയാണെന്നും വിളിച്ചു പറയാനും ധൈര്യമുള്ള ഒരുപറ്റം സംഘടിത ശബ്ദങ്ങൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ സജീവമായി ഉയർന്നു വന്നിട്ടുണ്ട്. അമേരിക്കൻ കോൺഗ്രസിനകത്തും ക്യാമ്പസുകളിലും തെരുവുകളിലും പലസ്തീൻ അനുകൂല വികാരം വളരാൻ പ്രധാന കാരണം ചില പ്രോ പലസ്തീൻ ആക്ടിവിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളാണ്. ഇവരിൽ പ്രധാന രാഷ്ട്രീയ നീക്കങ്ങൾ നേതൃത്വം നൽകിയ യുവ നേതാക്കളുടെ സംഘടനയാണ് ദി സ്ക്വാഡ്. US പ്രതിനിധി സഭയിലെ 9 ഡെമോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു ഇടത് അനൌദ്യോഗിക സംഘടനയാണിത്. അലക്സാൻഡ്രിയ ഒക്കാസിയോ, ഇൽഹാൻ ഒമർ, റാഷിദ താലിബ്, അയന്ന പ്രസ്ലി എന്നിവർ ചേർന്ന് 2018 രൂപീകരിച്ച ഈ സംഘടന ഇസ്ലാമോഫോബിയക്കെതിരായും അമേരിക്കയുടെ ഇസ്രായേൽ അനുകൂല വിദേശ നയങ്ങൾക്കെതിരായും നിരന്തര ക്യാമ്പയിനുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്കയുടെ വംശീയ പൊതുബോധത്തെ ചോദ്യം ചെയ്തു എന്നതിനാൽ തന്നെ ഇലക്ഷനുകളിൽ ഇവരെ തോൽപ്പിക്കാൻ ഫാർ റൈറ്റ് ഗ്രൂപ്പുകൾ വലിയ തോതിൽ ക്രൗഡ് ഫണ്ടിങ്ങുകൾ നടത്തിയതും ചരിത്രത്തിലുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഫാർ റൈറ്റുകളോടും ട്രംപിന്റെ വംശീയ മനോഭാവത്തോടുമുള്ള സ്വാഭാവിക പ്രതികരണമായിട്ടാണ് സ്ക്വാഡ് രൂപം കൊള്ളുന്നത്. ആദ്യകാലങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണവാദവും വിയറ്റ്നാം യുദ്ധവിരുദ്ധതയും ഉയർത്തിയ ഇവർ ക്രമേണ ഇസ്രായേൽ അധിനിവേശത്തെയും അതിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയെയും നിശിതമായി വിമർശിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ ദിശയിലേക്ക് കുതിച്ചു. ഇത്തവണ ഇലക്ഷൻ അടുത്തതോടെ ഗസയിലെ നിരപരാധികളെ കൊന്നൊടുക്കുന്നതിൽ പ്രസിഡന്റ് ജോ ബൈഡന് പങ്കുണ്ടെന്നും അത് അമേരിക്കയുടെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും സ്ക്വാഡിന്റെ
പ്രോഗ്രസീവ് വീക്ഷണത്തോട് താല്പര്യമുള്ള പ്രതിനിധികൾ ആവർത്തിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഗസ യുദ്ധത്തിന് കൈയടിക്കുന്ന ബൈഡനാണോ വളമിട്ട് നൽകുന്ന ട്രംപാണോ മുന്നിലെന്ന് നവംബർ 5-ന് അറിയാം. അന്നു മുതൽ മാറ്റി എഴുതപ്പെടുന്നത് ഗസയുടെയും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ ഭാവിയും കൂടിയായിരിക്കും.